നമസ്കാരം, വെൽക്കം ടു നിൻസ് ക്രിയേറ്റീവ് ടൈം. നമ്മൾ പേപ്പർ വെച്ചിട്ട് തുമ്പപ്പൂ ചെയ്തതുപോലെ തന്നെ കുറച്ച് നാടൻ പൂക്കൾ നമ്മൾ പേപ്പർ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് പേപ്പർ വെച്ചിട്ടുള്ള മന്ദാരപ്പൂവാണ്. ഇനി വരുന്ന കുറച്ച് വീഡിയോസ് നമ്മൾ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് കുറച്ച് നാടൻ പൂക്കളാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ ഒരു 5 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതൊരു നോർമൽ വൈറ്റ് പേപ്പറാണ്, വേണമെങ്കിൽ നമുക്ക് ക്രീപ്പ് പേപ്പറും യൂസ് ചെയ്യാം. എന്നിട്ട് അതിലൊരു പീസ് എടുത്ത് രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് ഇതിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കണം. പെറ്റലിൻ്റെ ഷേപ്പ് നമ്മൾ ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പീസസ് അതിൻ്റെ കൂടെ വെച്ച് ഒന്നും കൂടെ മടക്കി നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അറ്റ് എ ടൈമിൽ എല്ലാ പെറ്റൽസും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഓരോ പെറ്റൽസ് എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് അധികം ഷാർപ്പാവാണ്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഇനി ഒരു ലൈറ്റ് ഗ്രീൻ ക്രയോൺ എടുത്തിട്ട് എല്ലാ പെറ്റൽസിൻ്റെയും സെൻറ്ററിൽ ഏകദേശം ഒരു പകുതി വരെ ഒരു ലൈറ്റായിട്ടൊന്ന് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അത് നമ്മുടെ ഫിംഗർ കൊണ്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ മന്ദാരം ഫ്ലവറിൻ്റെ എല്ലാ പെറ്റൽസിലും നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ സെൻറ്ററിൽ കാണാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കനം കുറഞ്ഞ കമ്പിയാണ്. അത് ഒരു 5 പീസസ് ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓരോ പെറ്റലിലും അത് ഇതുപോലെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് ഒട്ടിക്കുക. അതിനുശേഷം പെറ്റൽ കൈകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പെറ്റൽസും ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇനി ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്ത 6 വൈറ്റ് പേപ്പർ പീസസും ഒരു ഗ്രീൻ പേപ്പർ പീസും വേണം. പിന്നെ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഏത് തരം ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഈ ഒരു ഗ്രീൻ പേപ്പർ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈസി ആയിട്ട്. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ഒരു അറ്റത്തായിട്ട് ഒരു ചെറിയ കെട്ടിടുക. അതിൻ്റെ ബാക്കി വരുന്ന പോർഷൻ ഒന്നില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ മടക്കി വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ഗ്രീൻ പേപ്പർ പീസിൽ മാത്രം നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് അറ്റത്തൊരു കെട്ടിട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ള വൈറ്റ് പേപ്പേഴ്സ് ജസ്റ്റ് വെറുതെ ട്വിസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഫ്ലവറിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനുള്ള സ്റ്റേമനാണ് നമ്മൾ ഈ പേപ്പർ പീസസ് ട്വിസ്റ്റ് ചെയ്തിട്ട് ചെയ്യണത്. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് കനം കുറവുള്ള വയർ യൂസ് ചെയ്തിട്ടും ചെയ്യാം. അത് നമ്മൾ കളർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ എല്ലാ പേപ്പർ പീസസും ട്വിസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് പേപ്പർ പീസസിൻ്റെ അറ്റത്ത് അക്രിലിക് കളർ കുറച്ച് തിക്കായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇനി ഫ്ലവറിൻ്റെ സെപ്പൽ പോർഷൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസ് ക്രീപ്പ് പേപ്പറോ അല്ലെങ്കിൽ നോർമൽ പേപ്പറോ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുവരെ ചെയ്തു വെച്ച ഫ്ലവറിൻ്റെ എല്ലാ പാർട്സും കൂടി ജോയിൻ്റ് ചെയ്ത് ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്തു വെച്ച സ്റ്റേമൻ എടുത്തിട്ട് അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ വൈറ്റ് സ്റ്റേമൻ ഇത്രയും ബെൻഡ് ചെയ്തെടുക്കണം. ബട്ട് ഈ ഗ്രീൻ കളർ അത്രയും ബെൻഡ് ചെയ്യരുത്. അത് കുറച്ച് ഹൈറ്റിൽ കാണാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് നമുക്ക് പെറ്റൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് റൗണ്ടിലൊന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കയ്യിൽ പിടിക്കുക. അതിനുശേഷം ഫ്ലോറൽ ടൈപ്പ് ചുറ്റിയെടുക്കാം.
ഇനി നമുക്ക് പെറ്റൽസ് എല്ലാം കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. മന്ദാരപ്പൂവിൻ്റെ പെറ്റൽസ് ഒന്നിനു മീതെ ഒന്ന് അങ്ങനെയായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സെപ്പൽ സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഫ്ലവറിനോട് നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ സെപ്പലിൻ്റെ ഈ ഒരു പോർഷൻ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മന്ദാരപ്പൂവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് മന്ദാരപ്പൂവിൻ്റെ മൊട്ടും ലീഫും ആണ്. നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മൊട്ടും ലീഫൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി അതിൻ്റെ ഒരു ഒറിജിനൽ ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് മൊട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു വയറിൻ്റെ പീസ് നമ്മളതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒരു മുട്ടിൻ്റെ ഷേപ്പിലൊന്ന് സെറ്റ് ചെയ്ത് തിരിച്ചെടുക്കാം. ഇനി നമ്മൾ ഫ്ലവറിന് കട്ട് ചെയ്തെടുത്ത സെപ്പലിൻ്റെ പോലെ ഒരു ചെറിയ പീസ് സെപ്പൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മുട്ട അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പകുതി ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പകുതി വിരിയാറായ ഒരു മുട്ടാണ്. ഇനി നമുക്ക് ഇതിനും ചെറിയ മുട്ട് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫുൾ ഒന്ന് കവർ ചെയ്ത് എടുത്താൽ മതി. ഇനി നെക്സ്റ്റ് നമുക്കത് ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഫ്ലവറും മുട്ടും ചെയ്തെടുത്തതിന് ശേഷം അത് ഒരുമിച്ച് വെച്ചിട്ട് ഫ്ലോറൽ ടേപ്പ് ചുറ്റിയെടുക്കാം. നെക്സ്റ്റ് ഇനി ലീഫ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു ഗ്രീൻ പേപ്പർ പീസ് എടുക്കുക. എന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ലീഫിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മളപ്പോൾ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ലീഫ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ. അതിനുശേഷം ബാക്കിയുള്ള വെയിൻസ് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ഒരു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെയിൻ കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത് നമ്മൾ ഫോൾഡ് ചെയ്യണം. അത് കറക്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈനായിട്ടല്ല, ബാക്കിയൊക്കെ നമ്മൾ കുറച്ച് സ്ട്രൈറ്റായി പിന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ലീഫിൻ്റെ മെയിൻ വെയിൻസ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ലൈറ്റ് ഗ്രീൻ ക്രയോൺ യൂസ് ചെയ്തിട്ട് ആ ലൈൻസ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ലൈനപ്പ് ചെയ്യുക. എന്നിട്ട് ചെറിയ നെറ്റ് വെയിൻസ് നമ്മൾ ക്രയോൺ കൊണ്ട് തന്നെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഫിംഗർ യൂസ് ചെയ്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലീഫിൻ്റെ ഈ ഒരു പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ചെറിയ പീസ് വയർ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം ബാക്കി കാണുന്ന വയറിൻ്റെ പോർഷൻ നമ്മൾ ഫ്ലോറൽ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിയെടുക്കണം. ഫൈനലി ഇതൊരു പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് ഇതുപോലെ കട്ടിയുള്ള ഒരു വയറെടുത്തിട്ട് നമ്മളിതിന് മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള മന്ദാരപ്പൂവും അതിൻ്റെ ലീവ്സൊക്കെ കൂടി ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക്കൽ വയറാണ്. നമ്മൾ ഇതുപോലെ ആവശ്യമില്ലാതെ വരുന്ന ഇലക്ട്രിക്കൽ വയേഴ്സൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം.
നമുക്ക് ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലവേഴ്സും ലീവ്സൊക്കെ സെറ്റ് ചെയ്യാം. കൂടുതൽ ബ്രാഞ്ചസും ലീവ്സൊക്കെ വേണമെങ്കിൽ അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊരു പോട്ടിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ ഇൻഡോർ ഗാർഡൻ ഏരിയയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാലും നല്ല രസമുണ്ടായിരിക്കും കാണാൻ. അപ്പോൾ നമ്മൾ പേപ്പർ വെച്ചിട്ട് ചെയ്ത ഈ ഒരു മന്ദാര പൂവിൻ്റെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.